ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗോകുലിനെയും സമൃദ്ധയും മോളെയുമാണ്. എന്താണെങ്കിലും താൻ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വീണക്കച്ചേരി നടത്തുമ്പോൾ ഞാനും ഗൗരിമോളും മുമ്പിൽ തന്നെ ഉണ്ടാകുമെന്ന് ഗോകുൽ പറയുന്നു. നമുക്ക് ഡോക്ടർ മിലൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണ്ടേന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ബൈപ്പാസ് ചെയ്യുന്ന കാര്യമല്ലേ, ഹൃദയത്തിൽ കത്തിവെക്കുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണെന്നും അതൊക്കെ വേണോ എന്നും സമൃദ്ധ ചോദിക്കുന്നു. എന്താണെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ഗോകുൽ പറയുമ്പോൾ എന്നാൽ ഡോക്ടർ മിലനെ വിളിച്ച് സർജറി ചെയ്യാമെന്ന് സമ്മതിച്ചേക്കാൻ സമൃദ്ധയും പറയുന്നു. അങ്ങനെ അവര് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പോകുന്ന വഴിക്ക് സമൃദ്ധ വെള്ളം കുടിക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സമൃദ്ധയ്ക്ക് ചുമയും ശ്വാസം മുട്ടലും ഒക്കെ തന്നെ അനുഭവപ്പെടുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഗോകുൽ പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്നും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയാൽ മതിയെന്നും സമൃദ്ധ നിർബന്ധം പിടിക്കുന്നു. അതേസമയം സമൃദ്ധയ്ക്കും ഗോകുലിനും ഗൗരിമോൾക്കും വേണ്ടി വീട്ടിൽ കാത്തിരിക്കുകയാണ് ശോഭന. പിന്നീട് കാണിക്കുന്നത് ഗോകുലിനെയും സമൃദ്ധയുമാണ്. പെട്ടെന്ന് തന്നെ ചുമ വരികയാണ് സമൃദ്ധയ്ക്ക്. എനിക്കിനിയൊട്ടും സഹിക്കാൻ പറ്റില്ല ഗോകുലെന്ന് സമൃദ്ധ പറയുമ്പോൾ ഇനിയൊരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളെന്നും നമ്മൾ ഇപ്പൊ തന്നെ എത്തുമെന്നും പറഞ്ഞ് ഗോകുല് സമൃദ്ധയെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ സമൃദ്ധയുടെ വായിൽ നിന്നും ബ്ലഡ് വരുന്നതാണ് കാണിക്കുന്നത്. അതേസമയം റോഡരികിലൂടെ കുഞ്ഞുമായി നടന്നു പോവുകയായിരുന്നു അർച്ചന. പെട്ടെന്ന് തന്നെ ഗോകുല് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുകയും അർച്ചനയെ വണ്ടി ഇടിക്കുകയും ചെയ്യുന്നു. അർച്ചനയും കുഞ്ഞും തെറിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന ശ്രദ്ധിക്കാതെ ഗോകുല് വണ്ടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ സമൃദ്ധ ഗോകുലിനെ തടയുകയാണ്. ഗോകുൽ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ വണ്ടി ഇടിച്ചിട്ടല്ലേ ആ കുട്ടി അവിടെ കിടക്കുന്നത്. എനിക്ക് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഗോകുൽ പറയുമ്പോൾ എന്നെപ്പോലെ തന്നെ അതും ഒരു ജീവൻ തന്നെയാണെന്നും എന്താണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് അതും ഒരു ജീവൻ തന്നെയല്ലേ, നമുക്ക് അവളെയും കൂടി കൊണ്ടുപോകാമെന്ന് സമൃദ്ധ പറയുന്നു. തുടർന്ന് വണ്ടി റിവേഴ്സ് എടുക്കുന്ന ഗോകുല് അർച്ചനയെ എടുത്ത് കാറിലേക്ക് കിടത്തുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അർച്ചനയുടെ കുഞ്ഞിനെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുല് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അർച്ചനയും സമൃദ്ധയും ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുല് ശോഭനയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ഗോകുലെ, ഉടൻ തന്നെ എമർജൻസി ആയിട്ട് സമൃദ്ധയ്ക്ക് ബൈപ്പാസ് ചെയ്യണം. ഞങ്ങൾ സമൃദ്ധയെ OT കൊണ്ടുപോവുകയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സമൃദ്ധയ്ക്ക് ബൈപ്പാസ് ചെയ്യുന്നതാണ്. ടെൻഷനോടെ നിൽക്കുന്ന ഗോകുലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.